പ്രവാസലോകത്തെ വാർത്തകൾ. ഡിജിറ്റൽ തട്ടിപ്പുകാർക്കെതിരെ കർശന നടപടിയുമായി UAE. വിവിധ കമ്പനികളുടെ പേരിൽ വരുന്ന വാഗ്ദാനങ്ങളിൽ വീഴരുതെന്നും വ്യക്തികളുടെ സ്വകാര്യ ഡാറ്റ സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തണമെന്നും നിർദ്ദേശം. 1 വർഷം തടവും 2.5 ലക്ഷം ദിർഹം മുതൽ 10 ലക്ഷം ദിർഹം വരെ പിഴയുമാണ് കുറ്റക്കാർക്കുള്ള ശിക്ഷ. ഓൺലൈനിലൂടെ വ്യാജ പ്രചാരണം നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് അബുദാബി ജുഡീഷ്യൽ ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കി. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ വ്യാജരേഖകൾ ഉപയോഗിച്ച് അക്കൗണ്ട് എടുക്കുന്നവർക്കും കർശന ശിക്ഷ ലഭിക്കും. വ്യക്തിഗത അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്ത് ഭീഷണിപ്പെടുത്തുക, ഡാറ്റകൾ പരസ്യപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി പണം തട്ടുക തുടങ്ങിയ രീതിയിലുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങൾ വർദ്ധിച്ച സാഹചര്യത്തിലാണ് ശിക്ഷ വർദ്ധിപ്പിച്ചത്. വിവിധ കമ്പനികളുടെ പേരിൽ വരുന്ന വാഗ്ദാനങ്ങളിൽ വീഴരുതെന്നും വ്യക്തികളുടെ സ്വകാര്യ ഡാറ്റ സുരക്ഷിതമാണെന്നും ഉറപ്പുവരുത്തണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. ഡാറ്റ ഹാക്ക് ചെയ്തെന്ന് ഉറപ്പായാൽ അവ ഡിലീറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ നേരത്തെ ഒരുക്കി വെക്കണം. ഓൺലൈൻ വഴിയുള്ള ഭീഷണികൾ ഉടൻ തന്നെ പോലീസിനെ അറിയിക്കണമെന്നും അധികൃതർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വ്യാജ സർട്ടിഫിക്കറ്റുമായി ജോലിക്ക് കയറിയാൽ ഇനി പിടി വീഴും. പുതിയ നീക്കവുമായി ബഹ്റിൻ. വിദേശ തൊഴിലാളികളുടെ അക്കാദമിക് പ്രൊഫഷണൽ യോഗ്യതകൾ പരിശോധിക്കാൻ ഒരുങ്ങുകയാണ് ബഹ്റിൻ. ഇത് സംബന്ധിച്ച് ഒരു സമിതിക്ക് രൂപം നൽകാൻ പാർലമെന്റിൽ നിർദ്ദേശം സമർപ്പിച്ചു. പൊതു സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും മികച്ച സേവനം ഉറപ്പാക്കുകയാണ് ഈ നീക്കത്തിന്റെ ലക്ഷ്യമെന്ന് MPമാർ വ്യക്തമാക്കി. രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ വിദേശ തൊഴിലാളികൾ ജോലി ചെയ്തു വരുന്നുണ്ട്. പ്രവാസി തൊഴിലാളികളുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കൃത്യമായ യോഗ്യതകൾ ഉണ്ടോ എന്ന് പരിശോധിക്കും. ജോലിക്ക് പ്രവേശിക്കും മുമ്പ് യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ യഥാർത്ഥമാണോ എന്ന് ഉറപ്പുവരുത്തണം. വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിച്ച് ജോലി നേടുന്ന കേസുകൾ രാജ്യത്ത് വർദ്ധിച്ച സാഹചര്യത്തിലാണ് പുതിയ നീക്കം. ആരോഗ്യം, വിദ്യാഭ്യാസം, എഞ്ചിനീയറിംഗ് തുടങ്ങിയ മേഖലകളിൽ യോഗ്യതയില്ലാത്ത വ്യക്തികൾ ജോലി ചെയ്യുന്നത് അപകടങ്ങൾക്ക് വഴിവെച്ചേക്കാമെന്നാണ് MPമാരുടെ അഭിപ്രായം. മുഹമ്മദ് ഹുസൈൻ ജനാഹിയുടെ നേതൃത്വത്തിലുള്ള 5 MPമാരാണ് പുതിയ നിർദ്ദേശം സ്പീക്കർക്ക് കൈമാറിയത്. ഇത് കൂടുതൽ പരിശോധനയ്ക്കായി സർവീസ് കമ്മിറ്റിക്ക് കൈമാറിയതായി സ്പീക്കർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസികൾക്ക് ലൈസൻസ് നിർബന്ധമാക്കി ദുബായ്. നിയമലംഘകർക്ക് 1 ലക്ഷം ദിർഹം വരെ പിഴ ചുമത്തും. ഇനി മുതൽ എഞ്ചിനീയറിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും ദുബായ് മുനിസിപ്പാലിറ്റി രജിസ്റ്റർ ചെയ്തിരിക്കണം. ലൈസൻസ് ഇല്ലാത്ത എഞ്ചിനീയർമാരെ ജോലിക്കായി നിയോഗിക്കാൻ പാടില്ലെന്നും ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നു. ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ, മൈനിംഗ്, പെട്രോളിംഗ്, ആർക്കിടെക്ചറൽ, സിവിൽ ഇലക്ട്രിക്കൽ, കെമിക്കൽ, കോസ്റ്റൽ, ജിയോളജിക്കൽ തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്ന കൺസൾട്ടൻസിക്ക് പുതിയ നിയമം ബാധകമാണ്. ട്രേഡ് ലൈസൻസും ദുബായ് മുനിസിപ്പാലിറ്റി രജിസ്ട്രേഷനും ഇല്ലാത്ത സ്ഥാപനങ്ങളിൽ സേവനം നൽകാൻ പാടില്ല. നിയമം ലംഘിച്ചാൽ 1 ലക്ഷം ദിർഹം വരെ പിഴ ചുമത്തും. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്നും സേവനം സ്വീകരിക്കുന്ന കമ്പനിക്കെതിരെയും നടപടിയുണ്ടാകും. കൺസൾട്ടൻസി ഓഫീസുകൾ അവരുടെ ലൈസൻസ് പരിധിക്കുള്ളിൽ നിന്നുള്ള പ്രവർത്തനമേ പാടുള്ളൂ. കൺസൾട്ടൻസിയുടെ രജിസ്ട്രേഷൻ നടപടികൾക്കായി ദുബായ് മുനിസിപ്പാലിറ്റിയുടെ ഇൻവെസ്റ്റ് ഇൻ ദുബായ് പ്ലാറ്റ്ഫോമുമായി ചേർന്ന് ഏകീകൃത ഇലക്ട്രോണിക് സംവിധാനം ഒരുക്കുമെന്നും അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.